ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം നേരെ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കടക്കാണ് കേട്ടോ. കുറച്ച് ദിവസമായാലേ നമ്മുടെ നയനയുടെയും ആദർശിന്റെ ഒക്കെ വിശേഷം കേട്ടപ്പോൾ ഇനി നമ്മൾ ഡെയിലി നയനയുടെയും ആദർശിന്റെയും വിശേഷം ഇടുന്നതായിരിക്കും. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു ഡിലേ ആയിരുന്നത് കേട്ടോ. അപ്പം ഞാൻ വിശേഷത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ നയനയും ആദർശിന്റെയും വിശേഷമൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം അതൊന്നും ഞാൻ പറയുന്നില്ല. ഇനി നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നവ്യ ആണെങ്കിൽ മോഡലായിട്ട് ഒരു പുതിയ ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കുകയാണ്. അപ്പം അത് മൊത്തം ഇങ്ങനെ ഫ്ലാഷ് ആയി കേട്ടോ. ഇത് മനഃപൂർവ്വമാണ് ജലജയും അഭിയും കൂടെ നവ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും അനന്തപുരി തറവാട്ടിനെ നാണം കെടുത്തുക, മൂർത്തി മുത്തച്ഛനെ നാണം കെടുത്തുക എന്നൊക്കെയാണ്. അതിലുപരി അഭിയുടെ ജോലിയും പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ അഭിയുടെ ജോലിക്ക് എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ. ഇനിയിപ്പം ജോലിക്ക് തിരിച്ചു കയറണമല്ലോ, അതിന് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. ജോലി ഇല്ലാത്തത് കൊണ്ടാണ് നവ്യനെ ഈ ഒരു ഫീൽഡിലേക്ക് ഇറക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ആ ജോലിയിൽ കയറി പറ്റാം. നമ്മുടെ അനിയാണെങ്കിൽ ജോലി കളയുകയും ചെയ്തു. ആരുടെ കയ്യിലിരിപ്പ് കാരണം? അബിയുടെ കയ്യിലിരിപ്പ് കാരണം തന്നെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചർച്ചാ വിഷയം നടക്കുന്ന ഒരു സീനാണ് തുടങ്ങുമ്പോൾ തന്നെ അനന്തപുരി തറവാട്ടിൽ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ അഭിയുടെ അമ്മയും അതുപോലെ തന്നെ അഭിയുടെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജലജയും ജാനകിയും ഒക്കെ ചേർന്ന് ഇങ്ങനെ ഓരോരോ ചർച്ച നടത്തുകയാണ്. അപ്പൊ ജാനകിക്കും ഇതിനോട് എതിർ അഭിപ്രായമാട്ടോ ഉള്ളത്. ജാനകി പറയാണ്, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, എന്തിനാ വെറുതെ പോയി ഒരു പരസ്യത്തിലൊക്കെ അഭിനയിച്ചത്? നമുക്കുണ്ടല്ലോ, നമുക്കൊരു ജ്വല്ലറി ഉണ്ടല്ലോ, നമ്മുടെ ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കുമായിരുന്നെങ്കിൽ ശരി. ഇതിപ്പോ വേറൊരു ജ്വല്ലറിയുടെ പരസ്യത്തിൽ പോയി അഭിനയിക്കുക, നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടിയാണ് ഇപ്പൊ നവ്യ ഇത് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്. അപ്പൊ ഇത് കേട്ടോണ്ട് നമ്മുടെ ജലജ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? ശത്രുക്കൾക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കാന്ന്. എന്റെ മരുമോളെ ഇവിടെ ഏതെങ്കിലും പരസ്യത്തിൽ അഭിനയിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കേൾക്കൂല്ലല്ലോ. ഇവിടെ മോഡലും അതുപോലെ തന്നെ ഇവിടെ എല്ലാം ചെയ്യുന്നത് ആരാണ്? നയനയല്ലേ. അപ്പൊ പിന്നെ എന്റെ മോക്ക് അവിടെ ഒരു സ്ഥാനമില്ലല്ലോ, എന്റെ മരുമകൾക്ക് അവിടെ ഒരു സ്ഥാനമില്ലല്ലോ. അവക്ക് ഒരു ഇത് കിട്ടിയപ്പോഴത്തേക്കും അവള് ഇറങ്ങി തിരിച്ചതിന് എന്താ ഇത്ര തെറ്റിരിക്കുന്നത്? അവക്ക് ഒരു നല്ലൊരു പരസ്യത്തിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി, അവൾ ഇറങ്ങി തിരിച്ചു. അവളുടെ കരിയർ അവള് നോക്കട്ടെ, പിന്നെ ഞങ്ങൾക്കും ജീവിക്കണ്ടേ. മാത്രമല്ല എന്റെ മോനിപ്പം ജോലിയൊന്നും ഇല്ല, അപ്പം ജീവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒക്കെ കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പൊ അവള് പോയെങ്കിലും സമ്പാദിച്ചു കൊണ്ടുവരട്ടെ എന്ന് തന്നെ പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു, അഹങ്കാരം എന്നല്ലാതെ ഇതിന് എന്താ പറയുക? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതൊക്കെ ചെന്ന് അവസാനിക്കുന്നത് വേറൊന്നിലും അല്ലായിരിക്കും, നിങ്ങളുടെയൊക്കെ അവസാനത്തിലായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവ്യ ഇങ്ങ് വന്നിട്ട് അങ്ങ് പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട്, പിന്നെ നിങ്ങൾക്കൊക്കെ ഇതങ്ങ് പറഞ്ഞാൽ മതി, നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. എന്റെ കരിയറാണിത്, ഞാൻ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യമാണെന്ന് അറിയാമോ? അല്ലെങ്കിലും എനിക്ക് മോഡലായി തീരുക എന്നുള്ളത് പണ്ട് മുതലത്തെ എന്റെ ആഗ്രഹമായിരുന്നു. അതിനൊരു അവസരം കിട്ടിയപ്പോഴത്തേക്കും അതിനെല്ലാവരും തടയിടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ ആരുടെയും അധികാരവും അവകാശവും ഒന്നും വേണ്ട എനിക്ക്. നിങ്ങൾ ആരും എന്നോട് മെക്കിട്ട് കയറാനും വരണ്ട. എന്റെ ഭർത്താവിന്റെ ഇഷ്ടപ്രകാരവും ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്റെ ഭർത്താവിന് കുഴപ്പമില്ലാത്ത ഇതില് നിങ്ങൾ എന്തിനാ അതിൽ കയറി കൈ കടത്തുന്നത് എന്ന് മുത്തശ്ശനോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്. അപ്പൊ മുത്തശ്ശിയോട് പറയാണ്, നവ്യയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായത് കൊണ്ട് നവ്യയോട് പറയുന്ന രീതിയിൽ തന്നെ മുത്തശ്ശിയോട് പറയുകയാണ്, ഇതിനൊന്നും നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല. അവനവൻ ചെയ്യുന്ന ഫലത്തിന്റെ എന്തെങ്കിലും ഒക്കെ കർമ്മങ്ങൾ അവനവൻ തന്നെ അനുഭവിക്കുന്ന ഒരു ദിവസം വരും, അന്നൊക്കെ ഇത് മനസ്സിലാക്കിക്കോളുന്നു. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് മുത്തശ്ശീനെയും കൂട്ടി അങ്ങ് മാറിപ്പോയിട്ടോ. അപ്പൊ പിന്നെ നമ്മുടെ നവ്യയും അതുപോലെ തന്നെ അഭിയും ഒക്കെ ആയിരുന്നു അവിടെ. അഭിയില്ല കേട്ടോ, നവ്യ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നവ്യ എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങ് പോയി. നവ്യക്ക് ഇപ്പൊ ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, നവ്യക്ക് ഇപ്പൊ മോഡലിംഗ് രംഗത്തേക്ക് ഇറങ്ങണം. പുള്ളിക്കാരിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ ഒരു ജ്വല്ലറി നിൽക്കുമ്പം വേറൊരു കുടുംബത്തിൽ പോയി വേറൊരു ജ്വല്ലറി പോയി ആ ഒരു ജ്വല്ലറിയിൽ വീണ്ടും അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞ് പരസ്യത്തിൽ മോഡലാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നാണം കെട്ട പരിപാടി തന്നെയാണ്. സ്വന്തം ജ്വല്ലറി ഇവിടെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ തന്നെ തരം താഴ്ത്തുന്ന ഒരു പരിപാടിയാണല്ലോ നവ്യ അവിടെ ചെയ്തത്. ഏതായാലും ജലജയ്ക്ക് അഭിക്കും സന്തോഷമായി. ജലജയ്ക്കും അഭിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തുടങ്ങിയല്ലോ യുദ്ധം, തുടങ്ങി. ഇനിയിപ്പം നമുക്ക് പാക്കലാം, ഇനിയിപ്പം നമുക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കാം. തിരി കൊളുത്തി വിട്ടില്ലേ, ഇനിയിപ്പം ഇത് കയറി എറിച്ച് കത്തിക്കോളും. നിന്റെ ഭാര്യ അങ്ങോട്ട് തിരി കൊളുത്തിയിട്ടുണ്ട്, അല്ല നമ്മൾ തിരി കൊളുത്തിയിട്ടുണ്ട്, നിന്റെ ഭാര്യ ഇനി അവിടെ നിന്ന് കത്തിക്കോളും. നോക്കിക്കോ, ഇനി ആയിരിക്കും ഈ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നാളും അടങ്ങി ഒതുങ്ങി നിന്നില്ലേ അഭി? ഇനി നമ്മൾ ചൂട് കയറ്റി അവളെ ഇങ്ങനെ അഭിനയിപ്പിച്ച് അവള് പരസ്യത്തിലും ഇതിലും ഒക്കെ അവൾ അഴിഞ്ഞാടി നടക്കട്ടെ. ആ ഒരു ഇതിൽ നിനക്ക് വേണമെങ്കിൽ അവളെ ഉപേക്ഷിക്കുകയോ ചെയ്യാം. ആ ഒരു സമയത്ത് ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇതുകൊണ്ട് എത്ര ഉപകാരമാണെന്നോ ഉള്ളത്. ഏതായാലും നമ്മുടെ ഇപ്പൊ നമുക്ക് ഗോൾ അടിക്കാനുള്ള പന്ത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം അത് അടിച്ച് ഗോൾ ആക്കുക തന്നെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഉപദേശം ജലജ കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ
നമ്മുടെ മൂർത്തിയും മുത്തശ്ശിയും സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല സംസാരിക്കുന്നത്, ഇതെല്ലാം ജലജയുടെയും അഭിയുടെയും പ്ലാനാണ്. അവളെ ഈ വീട്ടിൽ എന്ന് കയറ്റിയോ, അവളെ ഈ വീട്ടിൽ എന്ന് കൈ പിടിച്ച് കയറ്റിയോ അന്ന് നമ്മുടെ കഷ്ടകാലമാണെന്ന് നമ്മൾ ഓർത്തില്ല. അവൾക്ക് നമ്മൾ എത്ര സ്നേഹം കൊടുത്താ വളർത്തിയത് എന്നൊക്കെ പറയാം. അപ്പം ജാനകി ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. ജാനകിയോടും കൂടിയാണ് പറയുന്നത്, ഞങ്ങൾ എത്ര സ്നേഹം കൊടുത്താ വളർത്തിയതെന്ന് അറിയാമോ, അതുപോലെ അവളെ സ്നേഹിച്ചിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇങ്ങനെ ഒരു ജന്മത്തിനെ ആണല്ലോ ഇങ്ങോട്ടെടുത്ത് വളർത്തിയതെന്ന് ഓർത്തപ്പോൾ ഇപ്പം വെറും പുച്ഛം മാത്രം തോന്നുന്നു എനിക്ക് എന്നോട് തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യണ്ടായിരുന്നു. അപ്പം ദേവയാനിയുടെ കുറച്ച് സംഭാഷണവും അതിൻ്റെ ഇടയിലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ദേവയാനിയും നമ്മുടെ നവ്യനെ ഉപദേശിക്കുന്ന കുറച്ച് സീൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. എന്തിനാണ് മോളെ വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, മോൾക്ക് ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നവ്യ നന്നായിട്ട് ദേവയാനിയെ പറയുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ മകൻ ഇപ്പൊ സിംഗപ്പൂരിലും ഗൾഫിലൊക്കെ പോയി പൈസ വാരിക്കോരി ഉണ്ടാക്കും, നിങ്ങളുടെ മകൻ തെറ്റ് ചെയ്താലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. പക്ഷേ എൻ്റെ ഭർത്താവിന് ഇപ്പം ജോലിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയത്. എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സ്ഥാനം കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എൻ്റെ ഭർത്താവിന് ഇപ്പം ഉള്ള ജോലിയും കൂടെ ഇല്ലാതാക്കിയതല്ലേ, അപ്പൊ പിന്നെ ഞാൻ ഇത് തന്നെ ചെയ്യുന്നു പറയും. അപ്പം വാശിക്കാണോ മോളെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇത് വാശിയൊന്നും അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു കരിയർ ഞാൻ എത്ര നാളുകൊണ്ട് ആഗ്രഹിച്ചാന്നറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അങ്ങ് പോകുന്നത്. ദേവയാനിക്ക് മനസ്സിലായി നവ്യയോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് നവ്യയുടെ ഐഡിയ ഒന്നും അല്ല, ഇത് അഭിയുടെയും ജലജയുടെയും ഐഡിയ തന്നെയാണെന്ന് നമ്മുടെ ദേവയാനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഈ സീനൊക്കെ കഴിഞ്ഞിട്ടാണ് മുത്തശ്ശിയും മുത്തശ്ശനും സംസാരിക്കുന്ന ആ ഒരു സീനും ജലജനെ കുറിച്ച് പറയുന്നതൊക്കെ കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നന്ദാവനത്തിലാണെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പരസ്യം കയറി വരികയും നമ്മുടെ നന്ദു ഇത് കാണുകയും ചെയ്യും. അപ്പൊ നന്ദു, ദേ അമ്മേ ഇങ്ങ് നോക്കിക്കേ അമ്മേ, ദേ ഒരു അടിപൊളി പരസ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പരസ്യം കാണിച്ചിരിക്കുകയാണ്. പരസ്യത്തിൽ നമ്മുടെ നവ്യ അഭിനയിക്കുന്നത്. ഇത് കണ്ട ഉടനെ ഇത് നവ്യാണല്ലോ, ദേ ഇവള് പരസ്യത്തിൽ അഭിനയിച്ചോ, അത് കൊള്ളാലോ മോളെ, അവളുടെ ആഗ്രഹം വരുന്നത് സാധിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോ ആഗ്രഹമൊക്കെ സാധിച്ചു. പക്ഷെ അമ്മ എന്താ അമ്മ ചിന്തിക്കാത്തത്, ഇത് ഏത് ജ്വല്ലറിയുടെ പരസ്യമാണെന്ന് അറിയാമോ? മൂർത്തീസ് ജ്വല്ലറിയുടെ, മൂർത്തീസ് ഗ്രൂപ്പിന്റെ അവിടുത്തെ മരുമകളാണ് നമ്മുടെ ചേച്ചി. അറിയാലോ, അനന്തപുരി തറവാട്ടിന്റെ മരുമകളാണെന്ന്. ആ ഒരു നിലയ്ക്ക് വേറൊരു ജ്വല്ലറിയുടെ പരസ്യത്തിൽ പോയി അഭിനയിച്ചു കഴിഞ്ഞത് ആർക്കാ നാണക്കേട്? അശോ അത് ശരിയാണല്ലോ, ഇപ്പോഴാണല്ലേ കത്തിയത്, അല്ലെങ്കിലും അമ്മ അങ്ങനെയാണല്ലോ, കുറച്ച് കഴിഞ്ഞല്ലേ അമ്മയ്ക്ക് മനസ്സിലാവുന്നത്. എൻ്റെ പൊന്നമ്മ, ഇതൊക്കെ ഉണ്ടല്ലോ ആ അഭി എന്ന് പറയുന്ന അയാളുടെ കുറുക്കു ബുദ്ധികളാണ്. അതൊന്നും മനസ്സിലാക്കാനും നമ്മുടെ ചേച്ചിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാ അയാള് നമ്മുടെ ചേച്ചി ഓരോ ദിവസവും നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അയ്യോ ഇനിയിപ്പോ മോളെ എന്താ ചെയ്യുക, ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്, എല്ലാം സഹിക്കുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. മാത്രമല്ല മുത്തശ്ശിക്കും ആദർശേട്ടനും അതുപോലെ തന്നെ അവിടുത്തെ ദേവയാനി ആന്റിക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സങ്കടം ഇത് ഓർത്തിട്ട്. അവരെല്ലാവരും നവ്യേച്ചിക്ക് എതിരെയാ. ഈ പെണ്ണിനെ ഇനി പറഞ്ഞ് എങ്ങനെയൊന്ന് മനസ്സിലാക്കും, അതൊന്നും എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും അമ്മയുടെ മോളെ വിളിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഇനി ഇങ്ങനെയൊക്കെ അഭിനയിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ കുടുംബത്തിന് തന്നെയല്ലേ നാണക്കേട്. അഭിനയിക്കുന്നത് കൊണ്ടല്ല, ഒരു ജ്വല്ലറി ഉള്ളപ്പം ആ ജ്വല്ലറിക്ക് പരസ്യം കൊടുക്കാതെ വേറൊരു ജ്വല്ലറിക്ക് പോയി പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ മൂക്കത്ത് കൈവയ്ക്കില്ല എല്ലാവരും. അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധവും പൊക്കാണവും ഇല്ലാതായി പോയല്ലോ ചേച്ചിക്ക്. പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. ഈ സമയത്താണ് നവ്യയും അതുപോലെ അഭിയും കൂടെ സംസാരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നത്. അവർ സംസാരിക്കുന്ന വേറൊന്നുമല്ല, നമ്മുടെ നവ്യ പറയുന്നത് ഈ ഒരു ജോലിയിൽ ഞാൻ കയറി ഇനി ഇത് തുടർന്ന് അങ്ങ് പോകാൻ നമുക്ക്, അതാ അഭി നല്ലത്. ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ഒരു പരസ്യത്തിൽ അഭിനയിച്ചാൽ തന്നെ 1 മാസം ചുമ്മാ വീട്ടിൽ ഇരിക്കാനുള്ള പൈസ കിട്ടും. ഇപ്പൊ കുറെ ഓഫറുകളും വരുന്നുണ്ട്. ഇനിയിപ്പം ഒരു കാര്യം ചെയ്യണം, നീ ആരുടെയും കാല് പിടിക്കാനൊന്നും പോകണ്ടെന്ന്. അപ്പോഴത്തേക്ക് അഭി പറഞ്ഞു, അല്ല ഇനിയിപ്പം ജോലി വല്ലതും തിരിച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്നതല്ലേ നല്ലത്. വേണ്ട, എന്താ അഭി ഇത്, അഭിക്ക് എന്താ നാണമില്ലേ ഈ പട്ടിയെ പോലെ ആട്ടി ഇറക്കിയിട്ട് വീണ്ടും അവിടെ തിരിച്ചു കയറി ചെല്ലാനായിട്ട്? വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് നവ്യയും ആദർശും കൂടെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ അഭീനെ ഫോൺ വിളിച്ചിട്ട് പറയാണ്, അതെ അഭി നീ ഇവിടം വരെ ഒന്ന് വരണം, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന്. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യ ചോദിച്ചു, ഇതെന്താ ഇപ്പം അങ്ങോട്ടൊരു വിളി, ആദർശേട്ടൻ എന്തിനായിരിക്കും വിളിച്ചത്? നിന്റെ ചേട്ടനല്ലേ, എന്തിനാ വിളിച്ചതെന്ന് ആർക്കറിയാം. അല്ല ഇനിയിപ്പം ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാനായിരിക്കും. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു, അതല്ലേ നല്ലത്. ഞാൻ അഭിയോട് പറഞ്ഞു, ഇനി ജോലി വേണം, ഇനി ജോലി ചെയ്യണമെന്ന് പറഞ്ഞാലും ജോലി തിരിച്ചു തന്നാലും അതിന് മേടിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അതിന്റെ കാര്യമൊന്നുമില്ല നവ്യ, നമുക്ക് ആ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്തൊക്കെ നഷ്ടപ്പെടും അറിയാമോ? കുറച്ച് താന്നു കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നീ മോഡലിംഗ് ചെയ്തോ, അതിന് കുഴപ്പമൊന്നുമില്ല. നീ മോഡലിംഗ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെന്താ കുഴപ്പമിരിക്കുന്നത്? നീ ധൈര്യമായിട്ട് ഈ രംഗത്തേക്ക് ഇറങ്ങിക്കോ, ഈ ഫീൽഡിലേക്ക് ഇറങ്ങിക്കോ. ഞാനും അമ്മയും നിന്റെ കൂടെ ഉണ്ടല്ലോ, നിന്റെ ഏത് ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ഞാനും അമ്മയും നിന്റെ കൂടെ കാണും. നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുക നമ്മുടെ നവ്യയ്ക്ക്. ഉദ്ദേശം എന്താണെന്ന് അറിയില്ലല്ലോ. ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിലേക്കൊക്കെ ഇറക്കി വിട്ടിട്ട് നവ്യനെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞ് നവ്യയ്ക്ക് ഒരു ചീത്ത
ചീത്തപ്പേരുണ്ടാക്കി വെച്ചിട്ട് ഇവള് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് തള്ളിക്കളയാനാണ്. അതറിയത്തില്ലല്ലോ നവ്യക്ക്. നവ്യ ഇവരുടെ ആട്ടത്തിനകത്ത് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും ആദർശും കൂടെ അഭീനെ വിളിച്ച് ഉപദേശിക്കുകയാണ് കേട്ടോ. ദേ മര്യാദയ്ക്ക് ആയിക്കണം, നിന്റെ ഭാര്യനെ നിർത്തേണ്ട സ്ഥലത്ത് നീ നിർത്തിക്കോണം. അപ്പൊ നമ്മുടെ നയന പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം നീയും നിന്റെ അമ്മയും തന്നെയാ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നീയും നിന്റെ അമ്മയും ചേച്ചീനെ കുത്തി തിരിച്ചു വിടുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേ ഒരൊറ്റ കാര്യം പറയും, നിന്റെ എല്ലാ അഹങ്കാരവും അവസാനിക്കാനായിട്ട് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അറിയാലോ. അതുകൊണ്ട് നവ്യേച്ചീനെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിക്കോണം. നവ്യേച്ചീനെ അങ്ങനെ തന്നെ നവ്യേച്ചീനെ നിർത്തേണ്ട, ചേച്ചി അനീതി മാറിപ്പോകട്ടോ, നിർത്തേണ്ട സമയത്ത് തന്നെ സ്ഥലത്ത് തന്നെ നിർത്തിക്കണം. ഇല്ലെങ്കിലേ ദേ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാറാൻ പോകുന്നത് നീ ആയിരിക്കും. ഇതെല്ലാം മൂടി വെച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടും അല്ല, അറിയാലോ, കുടുംബത്തിന് നാണക്കേട് ഉണ്ടാകരുതല്ലോ എന്ന് ഓർത്തിട്ടാ. പിന്നെ നിന്റെ ജീവിതം നശിക്കരുതല്ലോ എന്ന് ഓർത്തിട്ട്, എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിക്കരുതല്ലോ എന്ന് ഓർത്തിട്ട്. ഇനിയിപ്പം മുന്നും പിന്നൊന്നും നോക്കാനില്ല. നീ ഇങ്ങനെയാണെങ്കിൽ, നീ എൻ്റെ ചേച്ചീനെ പിരികേറ്റിവിടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇനി ഉറപ്പായിട്ടും സംഭവിക്കാൻ പോകുന്നത് വേറൊന്നും അല്ലായിരിക്കും. ഇനി സംഭവിക്കാൻ പോകുന്നത് ദേ നിന്റെ പതനമായിരിക്കും. നീയും നിന്റെ അമ്മയും കൂടി ചേർന്ന് ചേച്ചിയെ പിരിയിളക്കി വിട്ടാൽ ഇനി അത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ചേച്ചീനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് നീ ആയിരിക്കണം. അത് പിന്നെ എനിക്ക് അവളെ പിന്തിരിപ്പിക്കാനൊന്നും പറ്റില്ല നയനെ. ഞാൻ അവളോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ അങ്ങനെയാണെന്ന് അറിയാലോ നയനയ്ക്ക്. പിന്നെ എന്നോട് പറയുന്നത് എന്തിനാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, ദേ നീ കൂടുതൽ അതിവിനെയൊന്നും കാണിക്കൊന്നും വേണ്ട, നീ തന്നെയാ ഇതിന്റെ പ്രധാന കാരണക്കാരൻ. നീ വിടാതെ അവള് പോവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ആദർശം പറഞ്ഞു കേട്ടോ. അങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. മാത്രമല്ല, നിന്നെ ഇപ്പൊ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ജോലി തരാനൊന്നുമല്ല, നിനക്ക് ജോലിയൊന്നും തരുന്നൊന്നുമില്ല. ഇനിയിപ്പം ഇതൊക്കെ ചെയ്തിട്ട് നിനക്ക് ജോലി തരുമെന്നൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് വെറും തോന്നല. നിനക്ക് ജോലിയേ ഇല്ല. നീയേ ചെയ്ത കാര്യങ്ങളൊക്കെ അത്രയ്ക്കും മോശമായ കാര്യങ്ങളാ. ഞങ്ങളുടെ ജ്വല്ലറിയിൽ നിന്നെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജ്വല്ലറി തന്നെയാണ് ഇല്ലാണ്ടായി പോകുന്നത്. ദേ അനിയെടുത്ത തീരുമാനത്തിൽ ഏറ്റവും നല്ല തീരുമാനമായത്. ഈ തീരുമാനം നല്ലതായതുകൊണ്ട് തന്നെ ഇതിനോട് ചേർന്ന് നിൽക്കാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. നിനക്ക് ജോലി തരില്ല എന്ന് വെച്ചാൽ ജോലി തരില്ല. നിന്നെ അവിടെ ഒരു ചെറിയൊരു ചീപ്പറായിട്ട് പോലും ഞങ്ങൾ നിയമിക്കത്തില്ല. പിന്നെ നിന്നോട് പറഞ്ഞല്ലോ, ഞങ്ങൾ സത്യങ്ങളൊക്കെ വിളിച്ചു പറയണ്ട എന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം വേറൊന്നുമല്ല, നിന്റെ ഭാര്യനെ നിലയ്ക്ക് നിർത്തുക, നിന്റെ ഭാര്യനെ വീട്ടിൽ ഇരുത്തുക. അതാ നീ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭിയും ആദർശും കൂടെ അഭിനെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയുടെ അച്ഛനില്ലേ വേണുവും, പിന്നെ നമ്മുടെ നന്ദുവിന് കല്യാണം ആലോചിച്ച പോലീസ് ഉണ്ടല്ലോ അയാളും കൂടെ, ഒരു CI ഉണ്ടല്ലോ അയാളും കൂടെ ചേർന്നിട്ട് നമ്മുടെ അഭിനെ ബ്രെയിൻ വാഷ് ചെയ്യാണ്. നീ ഉണ്ടല്ലോ നിന്റെ ഭാര്യനെ ഈ ഒരു രംഗത്ത് തന്നെ ഇറക്കി നിർത്തണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അഭി അവരോട് പറയുന്നുണ്ട്, അല്ലെങ്കിലും അവൾ എവിടെ പോയാലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾക്കറിയാമോ CI സാറേ, അവളെ ഞാൻ വിവാഹം കഴിച്ച ഒരു അബദ്ധത്തിലൂടെയാ. തലയിൽ വന്ന് വീണൊരു മാരണം അവള്. എന്നാ പിന്നെ സിമ്പിൾ ആണല്ലോ, എന്നാ പിന്നെ അവളുടെ ഈ ഫീൽഡിലേക്ക് അങ്ങോട്ട് ഇറക്കി വിട്, അവള് പോയി അഴിഞ്ഞാടട്ടെ. ഇഷ്ടമില്ലാത്ത ഭാര്യ എന്ത് ചെയ്താലും ഭർത്താവിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ, അതും കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ അനന്തപുരി തറവാട്ടിനെ നാണം കെടുത്താൻ പറ്റുന്ന അത്രയും നാണം കെടുത്തണം. എൻ്റെ ജോലിയും പോയത് അനന്തപുരി തറവാട്ടിലെ ഓരോ വ്യക്തികൾ കാരണമാണ്. ഹനി, അതുപോലെ നന്ദു, പലരും കാരണമാണ് എൻ്റെ ജോലി പോയത്. ആരെയും ഞാൻ സുഖിച്ചു വാഴാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും വേണു പറയുന്നുണ്ട്, എൻ്റെ മോളുടെ ജീവിതവും പോയത് അനന്തപുരി തറവാട്ടുകാർ കാരണമാണ്. ഒരിക്കലും അവർ സമാധാനമായിട്ട് ജീവിക്കാൻ പാടില്ല. അഭി നീ മുൻകൈ എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തോ, പുറകെ ഞങ്ങളുണ്ട്. അനന്തപുരി തറവാട്ടിലെ ഓരോ വ്യക്തികളെയും അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തണം, ആ തറവാട് നശിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. നമ്മൾ ഇനി ഡെയിലി എന്നും വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇതിനു മുമ്പായിട്ട് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട്. അത് ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. അടിപൊളി വിശേഷമാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാമേ. ലൈക്ക് അടിക്കാനും മറക്കരുതേ.